മന്ത്രി സജി ചെറിയാൻ അല്പം നേരത്തെ പറയുന്നു, സർക്കാരിന്റെ കയ്യിൽ തന്നെയാണ്, സർക്കാരിന്റെ കോർട്ടിലാണ് പന്തുള്ളത്. ഈ സർക്കാർ നിയന്ത്രണത്തിൽ ഒരു സ്വതന്ത്ര ഫോറം ഉണ്ടാകണം, ഒരു ചട്ടം വേണം, ആ ചട്ടം പ്രകാരം സ്ത്രീകളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യണം. ഇങ്ങനെയൊക്കെ മാത്രമേ മലയാള സിനിമാ വ്യവസായത്തിന്റെ ഈ ദുഷ്പ്രവണതയിൽ നിന്ന് സ്ത്രീകളെ മോചിപ്പിക്കാൻ കഴിയൂ എന്ന് തന്നെ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മന്ത്രി സജി ചെറിയാന്റെ പ്രതികരണത്തിലേക്ക് ഒരിക്കൽ കൂടി. സർക്കാരിനകത്തുള്ള ഉത്തരവാദിത്വം തികച്ചും സുതാര്യമാണ്. ആ ഉത്തരവാദിത്തത്തിന് കാരണം ചില കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. സിനിമാ സീരിയൽ രംഗത്ത് ഇടപെടേണ്ട ആ ഇടപെടലിന് ആവശ്യമായ ഒരു മാർഗരേഖയാണ് ഈ കമ്മീഷൻ. ആ റിപ്പോർട്ട് വിശദമായി തന്നെ നിഗമനങ്ങളും നിർദ്ദേശങ്ങളും പരിശോധിക്കും. നടപടി സ്വീകരിക്കും. ഗവൺമെന്റ് ഇപ്പൊ നിങ്ങളുടെ കൈ കിട്ടിയതിനകത്ത് വല്ല ഞെട്ടലുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയ ഒരു നടപടികൾ നമുക്ക് നോക്കാം. ഞാൻ മന്ത്രിയായി ഇപ്പോ 3.5 വർഷമായി. ഒരു പരാതി ഈ പറയുന്നത് ഒരു ആർട്ടിസ്റ്റിന്റെ ഭാഗത്ത്. എന്നാൽ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന WCC അടക്കമുള്ള സംഘടനകൾ ചില കാര്യങ്ങൾ മന്ത്രി എന്ന നിലയിൽ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം, വ്യക്തിപരമായി ആരുടെ പരാതി കിട്ടിയില്ലെങ്കിലും സംഘടനകൾ നൽകിയ പരാതികൾ സംബന്ധിച്ച് ഞങ്ങൾ പരിശോധിക്കുന്നതാണ്. ഈ കാര്യം ബന്ധപ്പെട്ട എല്ലാ മേഖലയിലുള്ളവരുമായി ചർച്ച നടത്താൻ തീരുമാനത്തിലേക്ക്. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് സിനിമാ കോൺക്ലേവ് വേണം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായിട്ട് കൂടിയാശയം നടത്തി അങ്ങനത്തെ സിനിമാ കോൺക്ലേവിലേക്ക് പോകണം തീരുമാനിച്ചു. ആ കോൺക്ലേവ് എന്ന് പറയുന്നത് വെറും ഒരു ചർച്ച മാത്രമല്ല, 3 ദിവസക്കാലം എല്ലാ പ്രമുഖരായ ആളുകളെല്ലാം ഇപ്പോൾ സിനിമാ നടന്മാരുടെ മേഖലയിൽ നിന്നുള്ളവര്, നടിമാര്, മറ്റ് ടെക്നീഷ്യൻ മേഖലയിൽ നിന്നുള്ളവര്, എല്ലാ മേഖലയിലുള്ള സീരിയൽ സിനിമാ രംഗത്തുള്ളവർ പ്രകടിപ്പിക്കുക എന്നുള്ളത്. കാരണം കേരളത്തിലെ സിനിമാ ഇൻഡസ്ട്രി ഇപ്പോൾ വലിയ തരത്തിൽ മുന്നേറുകയാണ്. ഈ കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ കാലത്ത് ഏറ്റവും കൂടുതൽ പണം റിലീസ് ചെയ്ത വർഷമാണ്. ഏറ്റവും കൂടുതൽ കളക്ഷൻ ഉണ്ടായ വർഷമാണ്. സിനിമാ രംഗത്ത് വലിയ ഇടപെടലാണ് ഗവൺമെന്റ് നടത്തുന്നത്. 150 കോടിയാണ് ചിത്രാഞ്ജലിയുടെ സ്റ്റുഡിയോയ്ക്ക് വേണ്ടി മാത്രം കൊണ്ട് നിർമ്മാണം നടത്തിയത്. 150 കോടി. കൊച്ചിയിൽ ഇപ്പോൾ വലിയൊരു പ്രോജക്റ്റ് ഞങ്ങൾ ചെയ്യുകയാണ്. അപ്പോൾ കേരളത്തിലെ സിനിമാ രംഗത്ത് സംസ്ഥാന ഗവൺമെന്റ് നടപ്പാക്കുന്ന വലിയ അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവൽ, ഇപ്പോൾ സിനിമ അക്കാദമിക്ക് വേണ്ടിയുള്ള സഹായങ്ങൾ, അക്കാദമി നടത്തുന്ന നമ്മുടെ ഇപ്പോഴത്തെ സിനിമാ രംഗത്ത് വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, ഇതെല്ലാം KSMDC വഴി നമ്മുടെ സിനിമാ തിയേറ്ററുകൾ വഴി നടത്തുന്ന പ്രവർത്തനം, ക്ഷേമനിധി ബോർഡ് വഴി സിനിമാ രംഗത്ത് സീരിയൽ രംഗത്തുള്ള ആളുകൾക്ക് കൊടുക്കുന്ന സഹായങ്ങൾ. ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം വ്യക്തിപരമായ ഒരു പരാതിയും ഏതെങ്കിലും ഒരു സ്ത്രീ മന്ത്രി എന്ന നിലയിൽ തന്നിട്ടില്ല. തരാത്തൊരു കാര്യത്തിൽ നിയമ നടപടി സ്വീകരിക്കണമെന്ന് പറയാൻ പറ്റുമോ? പിന്നെ ഗവൺമെന്റ് എന്തുകൊണ്ടാണ് ഒരു കമ്മിറ്റി നിയോഗിച്ചത്? ആ രംഗത്തെ പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കാൻ, എന്താണ് ഭാവിയിൽ ആ രംഗത്തെ പ്രശ്നങ്ങൾ പരിഹാരം കാണേണ്ടത്. ആ റിപ്പോർട്ട് വന്നപ്പോൾ ആ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കേണ്ട എന്ന് പറഞ്ഞത് മുൻ വിവരാവകാശ കമ്മീഷനാണ്. അതിനുശേഷം അത് പ്രസിദ്ധീകരിച്ചില്ല. അപ്പോഴാണ് അതിൻ്റെ പേര് കേസിന് പോകുന്നത്. ഇപ്പോഴത്തെ വിവരാവകാശ കമ്മീഷനോട് പ്രസിദ്ധീകരിക്കാൻ പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞില്ല പ്രസിദ്ധീകരിക്കണം. അപ്പോൾ ഹൈക്കോടതി പോയി. അതിൻ്റെ വിശദാംശം പോലല്ല, കോടതി പറഞ്ഞ ദിവസം കൃത്യസമയത്ത് തന്നെ അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്തെ ഓരോ പേജിലെ ഓരോ കാര്യങ്ങൾ എന്താണെന്നുള്ളത് വരട്ടെ. അത് വന്നു കഴിഞ്ഞതിന് ശേഷം നടപടി. ഒരു കാര്യം ഞാൻ പറയാം, കേരളത്തിലെ സ്ത്രീ സുരക്ഷയ്ക്ക് വലിയ പ്രാധാന്യമാണ് ഗവൺമെന്റ് കൊടുക്കുന്നത്, ഇനിയും കൊടുക്കും. അത്തരത്തിലുള്ള ഏതെങ്കിലും പരാതികൾ സർക്കാരിന്റെ മുമ്പ് കർശനമായ നടപടി തുടർന്നുകൊണ്ടാകും.